നമസ്കാരം. കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവല്ലയിലെ CPM ലോക്കൽ സമ്മേളനത്തിലും വിഭാഗീയത മറനീക്കി പുറത്തുവന്നതോടെ ഇടപെടാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് രംഗത്ത്. തിരുവല്ലയിലെ വിഷയങ്ങൾ വിലയിരുത്താൻ MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം മാറ്റിവെച്ച സാഹചര്യം MV ഗോവിന്ദൻ വിലയിരുത്തും. ഇതിനകം വിവാദമായ ലോക്കൽ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങളും സംസ്ഥാന സെക്രട്ടറി പരിശോധിക്കും. വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ലോക്കൽ ഏരിയ കമ്മിറ്റി നേതൃത്വങ്ങളെ പത്തനംതിട്ടയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ പ്രവണതകളോട് പാർട്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയത അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെയാണ് തിരുവല്ല CPMലെ വിഭാഗീയത പ്രശ്നപരിഹാരത്തിനുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിരിക്കുന്നത്. തെറ്റിനോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കർശന നടപടിയാണ് നേതൃത്വം കരുനാഗപ്പള്ളിയിൽ കൈക്കൊണ്ടത്. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും പ്രാദേശിക തർക്കങ്ങളാണെന്നുമായിരുന്നു പ്രതികരണം. നേരത്തെ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് വിവാദ പരാമർശങ്ങൾ ഇടം പിടിച്ചത്. നവംബർ 13-നാണ് ലോക്കൽ സമ്മേളനം നടന്നത്. മുൻ തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആന്റണി ഉൾപ്പെടെ ചില നേതാക്കൾ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന പരാമർശം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പീഡനക്കേസ് പ്രതി സജിമോനെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതായും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് സഹായം ചെയ്യുന്നില്ല എന്നും സജിമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാത്തതിൽ ഏരിയ കമ്മിറ്റിക്ക് വിരോധമെന്നും റിപ്പോർട്ടിലുണ്ട്. ലോക്കൽ കമ്മിറ്റിക്ക് ഇതിനോട് കടുത്ത വിയോജിപ്പാണുള്ളത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് സജിമോന്റെ കാര്യത്തിൽ ലോക്കൽ കമ്മിറ്റിക്കും ഉള്ളതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. പ്രതിനിധികൾക്ക് കൈമാറിയ റിപ്പോർട്ട് വിവാദമായതോടെ തിരിച്ചു വാങ്ങുകയായിരുന്നു. പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വിവാദമാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലോക്കൽ സമ്മേളനം നിർത്തിവയ്ക്കുകയായിരുന്നു. പിന്നീട് ഇതുവരെ സമ്മേളനം നടത്താൻ സാധിച്ചിട്ടില്ല. ലോക്കൽ ഏരിയ നേതൃത്വങ്ങൾ തമ്മിലുള്ള തർക്കവും വിഭാഗീയതയും തുടരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തുന്നത്. നേരത്തെ നടുറോഡിലെ കയ്യാങ്കളിയും തർക്കവും വരെ എത്തിയ കൊല്ലം കുലശേഖരപുരത്തെ വിഭാഗീയതയെ തുടർന്നാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ CPM സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമായിരുന്നു തീരുമാനം. സേവ് CPM എന്ന പ്ലക്കാർഡുമേന്തി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. നേരത്തെ നേതൃത്വത്തിനെതിരെ സേവ് CPM എന്ന പോസ്റ്റർ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തിറക്കം പതിച്ചിരുന്നു. ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളിയും തെരുവിലെ പ്രതിഷേധവും വരെയെത്തി. വിഭാഗീയത വേരോടെ അറുക്കാൻ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഈ സമ്മേളന കാലത്ത് തരം താഴ്ത്തിയേക്കും. പരസ്യ പ്രതിഷേധം നടത്തിയ വിമതർക്കെതിരെയും നടപടിയുണ്ടാകും. പ്രശ്നക്കാരെ നിലയ്ക്ക് നിർത്താൻ പാർട്ടി ജില്ലാ ഘടകത്തിന് കഴിഞ്ഞില്ലെന്ന വിമർശനവും നേതൃത്വത്തിനുണ്ട്. പിരിച്ചുവിട്ട ഏരിയ കമ്മിറ്റിക്ക് പകരമുള്ള 7-അംഗ അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. ഈ മാസം 9 മുതലാണ് കൊട്ടിയത്ത് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയാണ് സമ്മേളനം. കൊല്ലം വേദിയാകുന്ന സംസ്ഥാന സമ്മേളനത്തിലും കരുനാഗപ്പള്ളിക്ക് പ്രാതിനിധ്യമുണ്ടാകില്ല. കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ സംസ്ഥാന സമിതി അംഗം സൂസൻ കോടിയെയും PR വസന്തനെയും തരം താഴ്ത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിലയിരുത്തലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ എന്നിവരെ തരം താഴ്ത്തുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികളില്ലാതെയാണ് ഇത്തവണ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത്.